നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവും എന്നൊക്കെ ചിലർ തള്ളിക്കൊണ്ട് കിടക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നോർത്ത് ഇന്ത്യയുടെ പപ്പുമാൻ ഏതാണ്ട് 127 പരം മാധ്യമ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, മീഡിയ കോൺഫറൻസ്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ മാധ്യമ സമ്മേളനം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല. ഇതിനിടയിൽ എപ്പോഴെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളെ ഫേസ് ചെയ്യുന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. വിദേശത്തൊക്കെ പോകുമ്പോൾ മറ്റ് വിദേശ തലവന്മാരുമായിട്ട് സംയുക്ത പ്രസ്താവനയൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം അവസരങ്ങളിൽ മാധ്യമങ്ങൾക്ക് ചോദ്യം ഉത്തരവൊന്നും ചോദിക്കാനുള്ള അവസരമല്ല. അവർ രണ്ടുപേരും കൂടെ കൂട്ടായിട്ടുള്ള സംയുക്ത പ്രസ്താവന എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്നു, അത് മാധ്യമങ്ങളെ അറിയിക്കുന്നു, മാധ്യമങ്ങൾ അത് ജനങ്ങളെ വാർത്തയായിട്ട് കൊടുക്കുന്നു. അതിനപ്പുറം അവിടെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അത്തരം വേദികളിലല്ലാതെ നരേന്ദ്രമോദിയെ മാധ്യമങ്ങളുടെ ഒരു ചോദ്യോത്തര വേദിയിലോ പ്രസ് കോൺഫറൻസിലോ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും അതിന് മുതിരുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം വളരെയേറെ മീഡിയ ഫ്രണ്ട്ലി ആയിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പതിറ്റാണ്ടുകളായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ളവർ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആദ്യ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് വളരെ സൗഹാർദ്ദമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു. തുടക്കത്തിൽ അദ്ദേഹത്തിന് ഹിന്ദിയും ഗുജറാത്തിയും അറിയത്തുള്ളായിരുന്നു, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. മാധ്യമങ്ങളോട് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് വളരെ മീഡിയ ഫ്രണ്ട്ലി ആയ വ്യക്തിയായിരുന്നു. എന്നാൽ ഗുജറാത്ത് കലാപത്തിന് ശേഷം അദ്ദേഹം പലതവണ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സത്യാവസ്ഥ പറയാൻ നോക്കിയിട്ടും സകലമാന മാധ്യമങ്ങളും അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു വില്ലൻ പരിവേഷമൊക്കെ കൊടുക്കുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിച്ചു വന്നു. അന്ന് അദ്ദേഹം തീരുമാനിച്ചതാണ്, ഇവർ എന്നെ ഇത്രയേറെ വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷവും ഞാൻ ജയിച്ചു വന്നുവെങ്കിൽ തുടർന്ന് നാളെയും ഇവരുടെ സഹായമില്ലാതെ എനിക്ക് പോകാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തിൽ അന്നു മുതൽ അദ്ദേഹം മാധ്യമങ്ങളെ ഒഴിവാക്കിയതാണ്. ആ തീരുമാനം ഇപ്പോഴും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. നാളെ അത് മാറ്റാൻ പോകും തോന്നുന്നില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ മനോഭാവം അത് തന്നെയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നേട്ടമല്ലാതെ ഇതുവരെയും കോട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് 127 പരം മീഡിയ കോൺഫറൻസുകൾ നടത്തിയിട്ടും രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഇന്ത്യയിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ. ഇതിനിടയിൽ 100-ൽ പരം തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി തോൽക്കുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കൂട്ടിയാണ് ഈ കണക്ക് പറയുന്നത്. എന്നാൽ അത്രയോ അതിൽ കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ജയിക്കുകയുണ്ടായി. അപ്പോൾ മാധ്യമങ്ങളെ കണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതുകൊണ്ട് മാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റില്ല എന്നതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ആഴ്ചയിൽ ഇതുപോലെ ഈ മാധ്യമ സമ്മേളനങ്ങൾ രാഹുൽ ഗാന്ധി വിളിച്ചു കൂട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതും ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എന്താണ്, അവിടെ കോൺഗ്രസിന് കിട്ടിയ ആകെ 3-4 സീറ്റ്, അത് തന്നെ പിന്നീട് BJPയിലേക്ക് പോയി എന്ന് പറയുന്നു. ശരിക്കും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ബീഹാറുകൾ എടുത്ത് തോട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും അതിലൊട്ടും അതിശയോക്തിയില്ല. അപ്പോൾ അത്രയേറെ മാധ്യമ സമ്മേളനങ്ങൾ നടത്തിയിട്ടും മാധ്യമങ്ങൾ വഴി ജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് ചോരി എന്നൊരു സംഗതിയൊക്കെ പറത്തി വിട്ടിട്ടും ജനങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ പിന്നെ ഈ മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ മാധ്യമങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല. ചിലരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് പറ്റുമായിരിക്കും, പക്ഷേ ഇവരെയൊക്കെ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ കൂടെ ഉള്ളതിനാൽ ജനങ്ങൾക്ക് സത്യം അറിയുവാൻ നിരവധി മറ്റ് മാർഗ്ഗങ്ങളുള്ളതിനാൽ മാപ്രകളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഇനി പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കുമുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഒരു മൈക്കുമായിട്ട്, ഒരു മൈക്കും ക്യാമറയൊക്കെ ആയിട്ട് വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ, നമ്മൾ വഴി നടന്നു പോകുന്ന വഴിക്ക് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മുടെ കടമയാണ്, ഇല്ലെങ്കിൽ എന്തോ മോശമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു നമ്മൾ. ഇവർക്കെന്തോ പ്രത്യേക അവകാശമുണ്ട്, കൊമ്പും വാലും ഉണ്ട്, പ്രിവിലേജ് ഉണ്ട്, ഇവർക്ക് ആരോടും എന്തും ചോദിക്കാം, അവരോട് നമ്മൾ മറുപടി പറയണം, ഇല്ലെങ്കിൽ മോശമാണെന്നൊരു ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരാൾ ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് പല ജോലികളും ചെയ്യാറുണ്ട്. ഇപ്പോൾ കെട്ടിടപ്പണിക്ക് പോകുന്നവരുണ്ട്, മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ട്, പല പണിക്കും പോകുന്നവരുണ്ട്. എന്തിനാണ് ഇവർ ഈ ജോലിക്ക് ചെയ്യാൻ പോകുന്നത്? കുടുംബം പുലർത്താൻ, അവനവന് ജീവിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഒരു തൊഴിൽ മാത്രമാണ് ഈ മാപ്ര തൊഴിലാളികളും ചെയ്യുന്നത്. അതിന് ഉടമസ്ഥർ ആരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നമ്മളുടെ ചുറ്റുമുള്ള മാപ്രകളുടെ എല്ലാം ഉടമസ്ഥർ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയോ കുടുംബമോ ഒന്നിലധികം സ്വകാര്യ വ്യക്തികളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ പണം മടക്കിയാണ്, കോടികൾ മടക്കിയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അവർ ശമ്പളം കൊടുത്തിട്ടാണ് അവിടെ ആളുകളെ നിയമിച്ചിരിക്കുന്നത്. അവർ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. ഈ വാർത്ത നന്നായി കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ അവർക്ക് പരസ്യം കിട്ടൂ, പരസ്യം വഴി മാത്രമേ വരുമാനം ഉണ്ടാവൂ. ആ വരുമാനത്തിൽ നിന്നാണ് ജീവനക്കാർക്ക്, അതായത് മാപ്രകൾക്ക് ശമ്പളം കൊടുക്കുന്നത്. 10 രൂപ കൂടുതൽ കിട്ടിയാൽ അവർ പുതിയ മേച്ചിൽപ്പുറം തേടി പോകും, അതായത് അടുത്ത ചാനലിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ ഈ മാധ്യമ പ്രവർത്തകർ അഥവാ മാപ്രകളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത്. അതും പരസ്യ വരുമാനത്തിന്. ഈ പരസ്യ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും.
മാധ്യമപ്രവർത്തനം എന്നത് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗം തന്നെ. അഥവാ ജനങ്ങൾക്ക് വേണ്ടി സത്യവും ധർമ്മവും നീതിയും ഒക്കെ പാലിച്ചുകൊണ്ട് വാർത്ത അറിയിക്കുന്ന ഒരു ഉത്തമമായിട്ടുള്ള തൊഴിലായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഏതൊരു തൊഴിലും പോലെ ഒരു തൊഴിൽ മാത്രമാണ് മാധ്യമപ്രവർത്തനം. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. പറഞ്ഞില്ലെങ്കിലും ഒരു ചുക്കുമില്ല. എന്തായാലും നരേന്ദ്രമോദി മാപ്രകളെ വകവെക്കാൻ ഒട്ടും തീരുമാനിച്ചിട്ടില്ല. ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെയും അതെ.